മലവെള്ളം പോലെ ബലാത്സംഗ പരാതികൾ ഒഴുകി വന്നിട്ടും പരാതിക്കുമേൽ അടയിരുന്ന കഴിവുകെട്ട നേതൃത്വമാണ് കോൺഗ്രസിന്റേത്. ഒരർത്ഥത്തിൽ ബലാത്സംഗ വീരന്മാരെ പിന്തുണയ്ക്കുന്ന മാനസികാവസ്ഥ. വി ഡി സതീശനും സണ്ണി ജോസഫും കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്നാണ്. രാഹുലിനെതിരെ പുറത്തു വന്ന പരാതികൾ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിരവധി പരാതി ഉണ്ടായിരുന്നു. പക്ഷെ നേതൃത്വം അതെല്ലാം മുക്കി. രാഹുലിന് MLA ആയിട്ട് സ്ഥാനക്കയറ്റവും കിട്ടി. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പരാതിയിൽ രാഹുലിനെതിരെ മുന്നേ പരാതിപ്പെട്ട യുവതിക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: അയാൾക്കെതിരെ ഔദ്യോഗിക പരാതി നൽകിയ മറ്റൊരു യുവതിയുടെ ദുരവസ്ഥ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ശാരീരിക പീഡനവും നിർബന്ധിത ഗർഭചിത്രവും സംബന്ധിച്ച പരാതി നൽകിയതിനു ശേഷം അയാളുടെ അനുയായികൾ അവളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അവളെ നിഷ്ഠൂരമായി അപമാനിക്കുകയും ചെയ്യുകയാണ്. അവൾക്കെതിരായ അപകീർത്തി പ്രചാരണം ക്രൂരവും നിഷ്ഠൂരവുമായിരിക്കുന്നു. പരാതിയുടെ ഒടുവിൽ പെൺകുട്ടി ഇങ്ങനെ പറയുന്നു: എന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ട്. നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി പരിശോധിക്കാവുന്നതാണ്. ഈ കത്ത് ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കും അയക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾക്കടക്കം പെൺകുട്ടി കത്ത് കൈമാറി എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ആ കത്ത് പോലീസ് മേധാവിക്ക് കൈമാറിയത്. അല്ലാതെ ആവേശ കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ സ്ത്രീപക്ഷത്ത് നിന്നത് കൊണ്ടല്ല. ഇപ്പോൾ പുറത്താക്കിയില്ലേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരോട് നിങ്ങൾക്ക് മുന്നിൽ പരാതി വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചെറുവിരൽ നിങ്ങൾ അനക്കാതിരുന്നത്? പരാതിക്കുമേൽ അടയിരുന്ന വി ഡി സതീശൻ എന്തിനാണ് കേരളത്തിലെ സ്ത്രീകളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്നത്? മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി വരുന്നവരെ ചിറകിനടിയിൽ സംരക്ഷിച്ചു നിർത്തി എല്ലാ പിന്തുണയും കൊടുത്തിട്ട് ഒടുവിൽ പണി വാളുമെന്നായപ്പോലുള്ള ഈ നാടകം മലയാളികൾക്ക് മനസ്സിലാവും. ഈ നടപടി അത് കോൺഗ്രസിന്റെ തടി തപ്പൽ തന്ത്രം മാത്രമാണ്.